നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യക്ഷികൾ നമ്മൾക്ക് വളരെ പരിചയമുള്ള കഥാപാത്രങ്ങളാണ്. സിനിമയിലൂടെയും നാടകത്തിലൂടെയും സാഹിത്യത്തിലൂടെയും നമ്മുടെ മുത്തശ്ശി കഥകളിലൂടെയൊക്കെ നമ്മൾ വളരെയധികം അടുത്ത് പരിചയപ്പെട്ടുള്ള കഥാപാത്രങ്ങൾ. അങ്ങനെ യക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് തെക്കൻ തിരുവിതാംകൂറിലെ യക്ഷികൾ എന്നൊരു പുസ്തകത്തെക്കുറിച്ച് അറിയാനിടയായത്. ആ പുസ്തകം അന്വേഷിച്ചു പോയി എത്തിച്ചേർന്നത് കാഞ്ഞിരോട്ടി യക്ഷി എന്ന ചിരിദേവിയുടെ കഥയിലാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇനിയും തുറക്കപ്പെടാത്ത ബി നിലവറയിൽ കുടിയിരിക്കുന്ന ചിരിദേവി എന്ന കാഞ്ഞിരോട്ടി യക്ഷിയമ്മ. ആ കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. കാഞ്ഞിരോട്ടി യക്ഷിയമ്മയുടെ കഥ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നുപോലെ കേട്ടോ. കുറച്ചുപേരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പണ്ട് വേണാട് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു രാജാരാമവർമ്മ. രാജരാമവർമ്മയ്ക്ക് അഭിരാമി കൊച്ചമ്മ എന്നറിയപ്പെട്ടിരുന്ന അഭിരാമി എന്ന രാജകുമാരിയിൽ 3 മക്കളുണ്ടായി. കുഞ്ഞുതമ്പിമാരും ഉമ്മിണിത്തങ്കച്ചിയും. ഈ കുഞ്ഞുതമ്പിമാരിൽ ഇളയാളുടെ പേരാണ് രാമൻ തമ്പി, മൂത്തയാളുടെ പേര് പത്മനാഭൻ എന്നാണ്. രാമൻ തമ്പിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു വേശ്യയുണ്ടായിരുന്നു ആ കാലത്ത്. അവരുടെ പേര് ശ്രീദേവി എന്നായിരുന്നു. ചിരിദേവി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. നമ്മളൊരു പക്ഷേ വായിച്ചിരിക്കാൻ സാധ്യതയുള്ള കുമാരനാശാന്റെ വാസവദത്ത എന്ന കൃതിയിൽ പറയുന്നത് പോലെ അധികാരമുള്ളവന്റെയും പണമുള്ളവന്റെയും കൂടെ മാത്രം ശയിച്ചിരുന്ന ഒരു വേശ്യയായിരുന്നു ശ്രീദേവി. ശ്രീദേവി ജനിച്ചത് പഴയ തിരുവിതാംകൂറിന്റെ ഭാഗത്തുള്ള ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗത്ത് വരുന്ന കാഞ്ഞിരക്കോട്ട് പടയമംഗലത്ത് കുടുംബത്തിലാണ്. ശ്രീദേവിയുടെ കൂടെ ആകെ ഉണ്ടായിരുന്നത് അവരുടെ ഒരേ ഒരു സഹോദരനായ ഗോവിന്ദൻ മാത്രമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കാശും സ്വാധീനമുള്ളവരുടെ കൂടെ മാത്രമേ ശ്രീദേവി ശയിക്കുകയുള്ളൂ. ഇങ്ങനെ പണവുമായിട്ട് വരുന്നവരെ കളിപ്പിച്ച് അവരെ സാമ്പത്തികമായി തകർക്കുകയും കൂടി ചെയ്യുമായിരുന്നു. ശ്രീദേവിയുടെ ഒരുപാട് പേർക്ക് പ്രണയം ഉണ്ടായിരുന്നെങ്കിലും ശ്രീദേവിക്ക് പ്രണയം ഉണ്ടായിരുന്നത് കുഞ്ഞിരാമനോടായിരുന്നു. കുഞ്ഞിരാമൻ ഇവരുടെ പല്ലക്ക് ചുമന്നിരുന്ന ആളാണ്. പല്ലക്ക് ചുമക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ബലിഷ്ഠമായ ശരീരമായിരിക്കും, നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരിക്കും. അപ്പോൾ ആ ശരീര സൗന്ദര്യത്തിന് മയങ്ങിയായിരിക്കും ശ്രീദേവിക്ക് ഇയാളോട് പ്രണയം തോന്നിയിരുന്നത്. ഇവരുടെ സഹോദരനായ ഗോവിന്ദൻ കുഞ്ഞിരാമന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ കഥയുടെ മറ്റു ചില പതിപ്പുകളിൽ പറയുന്നത് കുഞ്ഞിരാമനും ഗോവിന്ദനും സ്വവർഗാനുരാഗികളായിരുന്നു എന്നാണ്. കുഞ്ഞിരാമൻ ഒരിക്കലും ഈ ശ്രീദേവിയുടെ സ്നേഹത്തെ അറിഞ്ഞതായി ഭാവിച്ചിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കുഞ്ഞിരാമന് തന്റെ ഭാര്യയോടുള്ള സ്നേഹമായിരുന്നു. ഇക്കാര്യം ശ്രീദേവിക്ക് അറിയാമായിരുന്നു. ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് തന്റെ പ്രണയത്തെ കുഞ്ഞിരാമൻ സമ്മതിച്ചു തരാത്തത് എന്ന് മനസ്സിലാക്കിയ ശ്രീദേവി കുഞ്ഞിരാമന്റെ ഭാര്യയെ കൊല്ലാനായിട്ട് പദ്ധതിയിടുന്നു. അങ്ങനെ കിട്ടിയ ഒരു അവസരത്തിൽ അവരെ വധിക്കുകയും ചെയ്യുന്നു. ഈ വിവരം ഗോവിന്ദൻ ഒരിക്കൽ കുഞ്ഞിരാമനോട് പറയുന്നുണ്ട്. തന്റെ ഭാര്യയെ കൊന്നത് ശ്രീദേവിയാണെന്ന് മനസ്സിലാക്കിയ കുഞ്ഞിരാമൻ ശ്രീദേവിയോടൊപ്പം ശയിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രതികാരദാഹിയായ കുഞ്ഞിരാമൻ ശ്രീദേവിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇങ്ങനെ കൊല്ലപ്പെട്ട ശ്രീദേവി പിന്നീട് പുനർജനിക്കുന്നത് കാഞ്ഞിരക്കോട്ട് തന്നെയുള്ള മറ്റൊരു ദമ്പതികളുടെ മകളായിട്ടാണ്. ജനിച്ച ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയായിട്ട് മാറി. അങ്ങനെ യക്ഷിയായിട്ട് ശ്രീദേവി അവിടെ വിഹരിക്കാൻ തുടങ്ങി. സാധാരണ യക്ഷിക്കഥകൾ നമ്മൾ കേട്ടുള്ളത് പോലെ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പുരുഷന്മാരെ വശീകരിക്കുകയും അവരുടെ രക്തം ഊറ്റിക്കുടിക്കുകയും അവരെ വധിക്കുകയും ചെയ്യുന്ന രീതി തന്നെയായിരുന്നു ഈ ശ്രീദേവിയും തുടർന്നിരുന്നത്. ഇതിനിടയിൽ ഇവള് കുഞ്ഞിരാമനെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. തന്റെ കൂട്ടുകാരനെ യക്ഷിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീദേവിയുടെ സഹോദരനായിരുന്ന ഗോവിന്ദൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. അയാള് യക്ഷിയുമായിട്ടൊരു കരാറുണ്ടാക്കി. 1 വർഷം മുഴുവനും കുഞ്ഞിരാമന്റെ കൂടെ യക്ഷിക്ക് താമസിക്കാം. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇവരെ കൊണ്ടുപോയി കുടിയിരുത്തും. ആ ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് മോക്ഷത്തിന് വേണ്ടി നരസിംഹമൂർത്തി ഉപാസിച്ച് ബാക്കിയുള്ള കാലം അത്രയും ജീവിച്ചോളണം. കുഞ്ഞിരാമന്റെ ഒപ്പം 1 വർഷമെങ്കിലും 1 വർഷം ജീവിക്കാമെന്ന് വിചാരിച്ച് ശ്രീദേവി ഈ പറഞ്ഞ കരാർ സമ്മതിച്ചു. പൊന്നും വിളക്കിൽ തൊട്ടാണ് ശ്രീദേവി സത്യം ചെയ്യുന്നത്. ആ സത്യമനുസരിച്ച് 1 വർഷം കുഞ്ഞിരാമന്റെ കൂടെ ശ്രീദേവി കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ കാഞ്ഞിരക്കോട്ട് വലിയ വീടിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ ശ്രീദേവിയെ കുടിയിരുത്തി. പിന്നീട് അവരറിയപ്പെട്ടത് കാഞ്ഞിരോട്ടി യക്ഷിയമ്മ എന്ന പേരിലാണ്. ഇതിനെക്കുറിച്ചുള്ള പരാമർശമുള്ളത് കാഞ്ഞിരോട്ടി യക്ഷി എന്ന പുസ്തകത്തിലാണ്. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ബാലശങ്കരൻ നായരാണ്. അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകത്തിൽ വേറൊരു പരാമർശമുണ്ട്. അതായത് മീനമാസം ഒഴികെയുള്ള എല്ലാ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയും മീനമാസത്തിലെ പൂരം നാളിലും ഭക്തർ ഇവിടെ വന്ന് പൊങ്കാലയിടുമായിരുന്നു എന്നായിരുന്നു ആ പരാമർശം. പിന്നീട് ഈ ക്ഷേത്രവും ക്ഷയിച്ചുപോയി. ശ്രീദേവി കൊടുത്ത കരാർ അനുസരിച്ചിട്ട് ക്ഷേത്രം ക്ഷയിച്ചുപോയാൽ പിന്നീട് നരസിംഹമൂർത്തിയെ ഉപാസിച്ച് കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചിട്ട് നരസിംഹമൂർത്തിയെ ഉപാസിച്ച് ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിലാണ് കാഞ്ഞിരോട്ടി യക്ഷിയമ്മ കുടിയിരിക്കുന്നത്.
കാഞ്ഞിരോട്ടി യക്ഷിയമ്മ ബി നിലവറയിൽ കുടിയിരിക്കുന്നുണ്ടെന്നും ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ അത് കാഞ്ഞിരോട്ടി യക്ഷിയമ്മയുടെ ഉപാസനയെ, നരസിംഹമൂർത്തി ഉപാസിച്ചു കഴിയുകയാണല്ലോ, ആ ഉപാസനയെ തടസ്സപ്പെടുത്തുമെന്നും അങ്ങനെ തടസ്സം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ശാന്തരൂപിണിയായിരിക്കുന്ന കാഞ്ഞിരോട്ടി യക്ഷിയമ്മ അവളുടെ പഴയ സംഹാര രൂപം പുറത്തെടുക്കുമെന്നും എന്നുള്ള ഒരു പരാമർശം നിലവിലെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭാഗമായിട്ടുള്ള ഗൗരി ലക്ഷ്മി ഭായ് എഴുതിയ ശ്രീ പത്മനാഭ ക്ഷേത്രം എന്ന പുസ്തകത്തിലുണ്ട്. നിലവിൽ അവിടെ ഉണ്ടായിരുന്ന 6 നിലവറകൾ 5 നിലവറയും തുറന്നു കഴിഞ്ഞു. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ നിധിശേഖരങ്ങൾ ഒന്നാണിത്. ഏകദേശം $20 ബില്യൺ ആണ് അതിൻ്റെ മൂല്യം. പക്ഷേ 6ാമത്തെ നിലവറ, അതായത് ബി നിലവറ ഇതുവരെയും തുറന്നിട്ടില്ല. അത് തുറക്കാതെ പരിരക്ഷിക്കണമെന്നാണ് രാജകുടുംബത്തിൻ്റെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ ആവശ്യം. ഒരുപക്ഷെ അത് തുറക്കാതിരിക്കാനുള്ള ഒരു ഐതിഹ്യമാണോ ഇതൊന്നും നമ്മൾക്കറിയില്ല. പക്ഷേ ഇവരുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് കാഞ്ഞിരോട്ടി യക്ഷിയമ്മ ബി നിലവറയിൽ നരസിംഹമൂർത്തി ഉപാസിച്ചുകൊണ്ട് കഴിയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പുസ്തകം അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ കഥയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ആ കഥയാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഈ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റിൽ സൂചിപ്പിക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മറ്റൊരു കഥ പറച്ചിലുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.